students, today we are going to discuss about Dilgrove model of oxidation. First of all, let us see what is Dilgrove method of oxidation. The Dilgrove model works for predicting oxide thickness for thermal oxide layer. Higher temperature is not necessary for growing an oxide. Silicon will oxidize in air at room temperature. Once an oxide forms, silicon atoms must travel through the oxide layer to react with the oxygen present at the surface of the wafer, or else oxygen molecules must travel through the oxide to reach the silicon surface when a reaction can occur. So, Dilgrove method of oxidation എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് കണ്ട വീഡിയോ ക്ലാസ്സിൽ ഓക്സിഡേഷൻ വെറ്റും ഡ്രൈ ഓക്സിഡേഷനും കണ്ടു. അത് ഹയർ ടെമ്പറേച്ചറിലാണ് നടക്കുന്നത്. പക്ഷെ അങ്ങനെയല്ലാതെ റൂം ടെമ്പറേച്ചറിലും എന്ത് നടക്കുന്നുണ്ട്? ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഓക്സിഡേഷൻ്റെ തിക്നെസ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡീൽഗ്രോവ് മോഡൽ യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ആ ഓക്സിഡേഷൻ നടക്കുന്നത്, എത്രത്തോളം തിക്നെസ് ഉണ്ടായിരിക്കും ഓക്സൈഡ് ലെയറിന്, അതിൻ്റെ ഡിഫ്യൂഷൻ എന്താണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഡീൽഗ്രോവ് മെത്തേഡ് ഓഫ് ഓക്സിഡേഷനിൽ നമ്മൾ പഠിക്കും. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ തെർമൽ ഓക്സൈഡ് ലെയർ സാധാരണ റൂം ടെമ്പറേച്ചറിലാണ് നടക്കുക. അതിൻ്റെ തിക്നെസ് പ്രെഡിക്റ്റ് ചെയ്യും ഈ ഡീൽഗ്രോവ് മെത്തേഡ് വെച്ചിട്ട്. അതുപോലെ തന്നെ സാധാരണ ഹയർ ടെമ്പറേച്ചർ വെച്ചിട്ടാണ് നമ്മൾ വെറ്റ് ഓക്സിഡേഷനും ഡ്രൈ ഓക്സിഡേഷനും ഒക്കെ കണ്ടിട്ടുണ്ടായത്. ഹയർ ടെമ്പറേച്ചർ 1000 ഡിഗ്രി സെൽഷ്യസ് അങ്ങനെ. അതല്ലാതെ റൂം ടെമ്പറേച്ചറിൽ നടക്കുമ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അതായത് സിലിക്കൺ വിൽ ഓക്സിഡൈസ് ഇൻ എയർ അറ്റ് റൂം ടെമ്പറേച്ചർ. ഒരിക്കലൊരു ഓക്സൈഡ് ലെയർ ഫോം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ സിലിക്കൺ വേഫർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഓക്സിജനും സിലിക്കണും കോൺടാക്ട് ചെയ്യുന്ന ഭാഗത്താണ് സിലിക്കൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു സിലിക്കൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ സിലിക്കൺ വേഫറിന് തൊട്ടടുത്തായിട്ടൊരു സിലിക്കൺ ഡൈ ഓക്സൈഡ് ലെയർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും സിലിക്കൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവണമെങ്കിൽ ഒന്നുകിൽ സിലിക്കൺ ആറ്റംസ് ആ സിലിക്കൺ ഡൈ ഓക്സൈഡ് ലെയറിലൂടെ തന്നെ ട്രാവൽ ചെയ്തിട്ട് ഓക്സിജൻ്റെ അടുത്തെത്തണം, അല്ലെങ്കിൽ ഓക്സിജൻ എന്ത് ചെയ്യണം? സിലിക്കൺ ഡൈ ഓക്സൈഡ് ലെയറിലൂടെ തന്നെ പോയിട്ട് സിലിക്കൺ എടുക്കത്തുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വൺസ് ആൻ ഓക്സൈഡ് ലെയർ ഫോംസ്, സിലിക്കൺ ആറ്റംസ് മസ്റ്റ് ട്രാവൽ ത്രൂ ദി ഓക്സൈഡ് ലെയർ ടു റീച്ച് with the oxygen present at the surface of the wafer, or else oxygen molecules must travel through the oxide to reach the silicon surface where a reaction can occur. അത് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു പിക്ചർ വെച്ച് മതി. ഇതാണ് സിലിക്കൺ വേഫർ എന്ന് വിചാരിക്കാം. ഇപ്പോൾ സിലിക്കണും ഓക്സിജനും ഇൻ്റർഫേസ് ഉണ്ടാകുന്ന സ്ഥലത്ത് സിലിക്കൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും, ഓക്സൈഡ് ലെയർ ഫോം ചെയ്തു. പിന്നീട് ഫർദറായിട്ട് വീണ്ടും ഒരു ഓക്സൈഡ് ഫോമേഷൻ നടക്കണമെങ്കിൽ ഈ സിലിക്കൺ ഡൈ ഓക്സൈഡിൻ്റെ തൊട്ടപ്പുറമുള്ള ഓക്സിജൻ ഇതിലൂടെ തന്നെ ട്രാവൽ ചെയ്തിട്ട് ഈ സിലിക്കണായി റിയാക്ട് ചെയ്യണം. അല്ലെങ്കിൽ ഇവിടെയുള്ള സിലിക്കൺ എന്ത് ചെയ്യണം? സിലിക്കൺ ആറ്റംസ് ഈ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യണം. അപ്പോൾ അതിനുള്ള ചാൻസ് എന്ന് പറയുന്നത് കുറവാണുള്ളത്. അതായത് ഡിഫ്യൂഷൻ വളരെ കുറവാണ്. സിലിക്കൺ മോളിക്യൂൾസ് സിലിക്കൺ ഡൈ ഓക്സൈഡിലൂടെ തന്നെ ട്രാവൽ ചെയ്തിട്ട് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് സിലിക്കൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, സോ അതാണ് നെക്സ്റ്റ് പറയുന്നത്. ഡിഫ്യൂസിവിറ്റി ഓഫ് ദി സിലിക്കൺ ഇൻ സിലിക്കൺ ഡൈ ഓക്സൈഡ് ഈസ് സെവറൽ ഓർഡേഴ്സ് ഓഫ് മാഗ്നിറ്റ്യൂഡ് സ്മോളർ ദാൻ ദി ഡിഫ്യൂസിവിറ്റി ഓഫ് ഓക്സിജൻ. ആസ് എ റിസൾട്ട് chemical reaction occurs at silicon dioxide interface. At room temperature, neither the silicon nor the oxygen molecules are sufficiently mobile to diffuse through the oxide. After a while, the reaction sufficiently stops and the oxide will not get much thicker than 25 angstrom. അതായത് സിലിക്കൺ ആറ്റംസ് സിലിക്കൺ ഡയോക്സൈഡ് ലെയറിലൂടെ തന്നെ ട്രാവൽ ചെയ്തിട്ട് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എന്താണ്? സിലിക്കണിൻ്റെ ഡിഫ്യൂസിവിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഉണ്ടാവുന്ന തിക്നെസ് SiO2 ലെയറിൻ്റെ തിക്നെസ് ഓൾമോസ്റ്റ് എത്രയായിരിക്കും? 25 ആംസ്ട്രോങ് ആയിരിക്കും ഉണ്ടായിരിക്കുക. 25 ആംസ്ട്രോങ് കുറച്ച് കൂടുതലുണ്ടായിരിക്കും. 25 ആംസ്ട്രോങ്ങിനേക്കാളും അത്രയും അധികം വരില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, for a sustained reaction to occur, the silicon wafers must be heated in the presence of oxidizing ambient. Here the ambient is oxygen. So അവിടെ സിലിക്കൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? നല്ല ഒരു ഓക്സിജൻ്റെ അറ്റ്മോസ്ഫിയർ തന്നെ ഉണ്ടായിരിക്കണം. എന്നാലും മാത്രമേ നല്ല റിയാക്ഷൻ നടക്കുകയുള്ളൂ. Next, consider the diagram of the growing oxide. See, you can see here this is a silicon wafer, and here different portions are marked as this is the oxide layer formed, that is SiO2 just above the silicon wafer, and next is a gaseous atmosphere where oxygen will present. So this oxygen will have to react with the silicon to form silicon dioxide. Okay, so this is the diagram. Here different concentrations of oxygens are given: Cg, Cs, CO, Ci.
and here also flux is also marked as F1, F2, F3. Okay, first of all let us see, this is a gas atmosphere, that is the oxygen is present here. This is SiO2, this is silicon wafer. Okay, so this is oxide layer and this is wafer surface. Oxide layer will form just near to silicon wafer, and further reaction takes place between silicon and oxygen. For that, either oxygen has to travel through this oxide layer or silicon has to travel through this oxide layer. So first of all let us see what is Cg. Cg is concentration of oxygen or oxidizing species in the gas. Cs is the concentration, Cs is this one, that is the concentration of oxygen next to gas. CO is the concentration of oxygen at the outer oxide surface. See, this is the oxide surface, this is the outer surface, and this is the inner surface. That is, this outer and inner is marked based on the silicon wafer. That means it is set with respect to silicon wafer. This CO is far away from the silicon wafer, so that is marked as outer, and Ca is nearer to silicon wafer, so it is marked as inner. So CO is the concentration of the oxygen at outer oxide surface and Ca is the concentration of the oxygen at inner oxide surface. സോ നമുക്ക് 3 ലെയറാണുള്ളത്. അതിൽ ഓക്സിജൻ കോൺസെൻട്രേഷൻ Cg എന്ന് പറയുന്ന ഗ്യാസ് ഫേസിലുള്ള ഓക്സിജനാണ്, അവിടെ ഓക്സിജൻ മോളിക്യൂൾസ് ആയിട്ട് തന്നെ ഉണ്ടാവുക. CS എന്ന് പറയുന്ന സോളിഡ് ഫേസിലുള്ള ഓക്സിജനാണ്, അത് ഓക്സൈഡ് ലെയറിലുള്ള ഓക്സിജനെയാണ് ഉദ്ദേശിക്കുന്നത്. അത് ഗ്യാസിന് തൊട്ടടുത്തായിട്ടാണ് ഉണ്ടാവുക. SiO2 ഇൻ്റർഫേസിലാണ് ഉണ്ടാവുക. CO എന്ന് പറയുന്നത് ഇതാണ് ഓക്സൈഡ് സർഫസ്, അതിൻ്റെ ഔട്ടർ ഓക്സൈഡ് സർഫസ് ഇതാണ്, ഇന്നർ ഓക്സൈഡ് സർഫസ് ഇതാണ്. അപ്പോൾ ഔട്ടർ ഓക്സൈഡ് സർഫസിലുള്ള ഓക്സിജൻ്റെ കോൺസെൻട്രേഷനാണ് CO. ഇന്നർ ഓക്സൈഡ് സർഫസിലുള്ള ഓക്സിജൻ്റെ കോൺസെൻട്രേഷനാണ് Ci. സോ എല്ലാ സി എന്ന് പറയുന്നത് എന്താണ് കാണിക്കുന്നത്? കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ആണ് കാണിക്കുന്നത്. ഒന്ന് ഗ്യാസ് ഫേസിലുള്ള, ഒന്ന് ഓക്സൈഡ് ഫേസിലുള്ള, സോളിഡ് ഫേസിലുള്ള. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഔട്ടർ സർഫസിലുള്ള, അടുത്തത് ഇന്നർ സർഫസിലുള്ള. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്താണ് അവിടെ? ദർ ഇസ് എ ടേം എഫ്. ഓക്കെ, വാട്ട് ഈസ് എഫ്? എഫ് ഈസ് ഓക്സിജൻ ഫ്ലക്സ്, that is which is the number of oxygen molecules that crosses the plane of the certain area in a certain time. So ഒരു പെർട്ടിക്കുലർ ഏരിയയുടെ ക്രോസ് ചെയ്യുന്ന നമ്പർ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസിനാണ് അതിൻ്റെ ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഗ്യാസ് ഫേസ്, ഇവിടെ ഒരു പ്ലെയിൻ ഉണ്ട് അല്ലേ, ഗ്യാസിൽ നിന്ന് ഓക്സൈഡ് ലെയറിലേക്കുള്ള ആ പ്ലെയിനിൽ ക്രോസ് ചെയ്യുന്ന F1. നെക്സ്റ്റ് എന്താണ്? ഈ ഒരു സോളിഡ് ഫേസിൽ നിന്ന് സിലിക്കൺ വേഫറിനെ ക്രോസ് ചെയ്യുന്നതാണ് F2. പിന്നെ ഈ സിലിക്കൺ വേഫറിലുള്ള മോളിക്യൂൾസിനാണ് എന്ത് പറയുന്നത്? F3. So oxygen, F means oxygen flux, and which is the number of oxygen molecules that crosses a plane of a certain area in a certain time. Here we uses 3 oxygen fluxes. They are F1, F2 and F3. First of all F1. What is F1? That is the amount of oxygen that moves from the bulk of the gas to the surface of the growing oxide film. So here from the figure you can see F1. F1 is the, what is F1? That is the oxygen flux. That is F1 is oxygen flux that moves from the gas phase to the oxide surface. അതായത് ഗ്യാസിൽ ഫേസായ ഓക്സിജനിൽ നിന്ന് സിലിക്കൺ ഡൈ ഓക്സൈഡായ സർഫസിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന നമ്പർ ഓഫ് ക്രോസ് ചെയ്യുന്ന ഓക്സിജൻ്റെ എണ്ണമാണ് എന്ത്? നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് ആണ് എന്ത്? F1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ F1 ഈസ് എമൗണ്ട് ഓഫ് ഓക്സിജൻ ദാറ്റ് മൂവ്സ് ഫ്രം ദി ബൾക്ക് ഓഫ് ദി ഗ്യാസ് ടു ദി സർഫസ് ഓഫ് ദി ഗ്രോയിങ് ഓക്സൈഡ് ഫിലിം. ഓക്കെ, അപ്പോൾ F1ൻ്റെ ഇക്വേഷൻ എന്താണത് നിങ്ങൾ പഠിച്ചു നോക്കുക. F1 ഈസ് ഈക്വൽ ടു Hg ഇൻറ്റു Cg മൈനസ് CS. Cg എന്ന് പറയുന്നത് എന്താണ്? ഇവിടെയുള്ള ഗ്യാസ് ഫേസിലുള്ള ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ. CS എന്ന് പറയുന്നത് ഓക്സൈഡ് സോളിഡ് ഫേസിലുള്ള ഓക്സൈഡ് ലെയറിൻ്റെ അകത്തുള്ള ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പോൾ F1 എന്ന് പറയുന്നത് ഒരു ഗ്യാസ് ഫേസിൽ നിന്ന് ഓക്സൈഡ് ഫേസിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന നമ്പർ ഓഫ് ഓക്സിജൻ ആണ്. അതെന്ന് പറയുന്നത് അതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുകൊണ്ട് F1 ഈക്വൽ ടു Hg ഇൻറ്റു Cg മൈനസ് CH. അപ്പോൾ Hg എന്താണ്? പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ Hg ഈസ് ദി പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്. അതിനെന്ത് പറയും നമ്മൾ? മാസ് ട്രാൻസ്പോർട്ട് കോഷ്യൻ്റ്. Cg ആൻഡ് CS ഈസ് റീപ്ലേസ്ഡ് ബൈ പാർഷ്യൽ പ്രഷർ. സോ Cgക്കും CSനും സെപ്പറേറ്റ് ഇക്വേഷനാണ്. നമ്പർ ഓഫ് ഓക്സിജൻ ഇൻ ദി ഗ്യാസ് ഫേസ് ആൻഡ് നമ്പർ ഓഫ് ഓക്സിജൻ ഇൻ ദി ഓക്സൈഡ് ഫേസ്. ഓക്കെ, അതല്ലേ നമ്പർ Cgയും CS അതിൻ്റെ കോൺസെൻട്രേഷനാണ്. അപ്പോൾ കോൺസെൻട്രേഷൻ ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ Cg ഈസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ. ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ വി ക്യാൻ എക്സ്പ്രസ് Cg ആസ് Cg ഈക്വൽ ടു Pg ബൈ KT. K എന്ന് പറയുന്നത് ബോൾട്സ്മാൻസ് കോൺസ്റ്റൻ്റ് ആണ്. T ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ആണ്. CS ഈസ് ഈക്വൽ ടു സിമിലർലി PS ബൈ KT.
അപ്പോൾ ഇതെല്ലാം എന്താണ്? പ്രഷറാണ്. ഗ്യാസ് ഫേസിലുള്ള പ്രഷറാണ്, ഇത് ഓക്സൈഡ് ഫേസിലുള്ള പ്രഷറാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, F1 എന്ന് പറയുന്നത്, അപ്പോൾ നമുക്ക് ഇതിന് റീപ്ലേസ് ചെയ്തിട്ട് F1ൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? Hg ഇൻറ്റു Cg മൈനസ് CS ആണ്. ഇൻസ്റ്റെഡ് ഓഫ് Cg വി ക്യാൻ റൈറ്റ് Pg/kT. ഇൻസ്റ്റെഡ് ഓഫ് CS വി ക്യാൻ റൈറ്റ് PS/kT. സോ ദി ഇക്വേഷൻ വിൽ ബിക്കം F1 equal to Hg into Pg/kT minus PS/kT. Here kT can be taken outside. So F1 equal to Hg/kT into Pg minus PS. Assume C star is equilibrium concentration of oxidizing species in the oxide. See, ഇവിടെ ഓക്സിഡേഷൻ എന്തുകൊണ്ടാണ് നടക്കുന്നത്? ഓക്സിജൻ സിലിക്കൺ ഡൈ ഓക്സൈഡ് ലെയറിലൂടെ മൂവ് ചെയ്തിട്ട് സിലിക്കണായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് സിലിക്കൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് നമ്മളെന്ന് വെച്ചാൽ ഒരു പുതിയൊരു ടേം പറയുകയാണ്, സി സ്റ്റാർ എന്ന് പറയുന്നൊരു ടേം. അതിനെന്താ പറയുക? ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിഡൈസിങ് സ്പീഷീസ് ഇൻ ദി ഓക്സൈഡ് ലെയർ. അതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്ന വാല്യൂ ആണ്. അപ്പോൾ നമുക്കൊരു ലോ പഠിക്കാം ആദ്യം, എന്നിട്ട് ബാക്കിയുള്ള എക്സ്പ്ലനേഷൻ ചെയ്യാം. ഹെൻറിസ് ലോ. ദാറ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം the concentration of the species at the surface of the solid is proportional to the partial pressure of that species in the surrounding gas. സോ ഇക്വിലിബ്രിയത്തിലായിരിക്കുന്നത്, നമുക്കിപ്പോൾ 2 ലെയറാണല്ലോ, ഒരു ഗ്യാസ് ലെയറും ഉണ്ട്, അതുപോലെ തന്നെ ഓക്സൈഡ് ലെയറും ഉണ്ട്. അപ്പോൾ ഇക്വിലിബ്രിയത്തിലായിരിക്കുന്ന സമയത്ത് സോളിഡിൻ്റെ സർഫസിലുള്ള ഓക്സിജൻ മോളിക്യൂൾസിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണലാണെന്നാണ് പറയുന്നത്? ഗ്യാസ് ഫേസിലുള്ള ഓക്സിജൻ മോളിക്യൂൾസിൻ്റെ പാർഷ്യൽ പ്രഷറിന് പ്രൊപ്പോർഷണലാണെന്ന് പറയുന്നത്. അപ്പോൾ അതാണ് സി സ്റ്റാർ എന്ന് പറയുന്നത്. എന്തിന് പ്രൊപ്പോർഷണലായിരിക്കും? പാർഷ്യൽ പ്രഷർ ഓഫ് ദി ഓക്സിജൻ ഇൻ ദി ഗ്യാസ് ഫേസ്. അപ്പോൾ സി സ്റ്റാർ എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് എന്ന് കൊടുക്കുക. അപ്പോൾ സി സ്റ്റാർ എന്ന് പറയുന്നത് ഓക്സൈഡ് ലെയറിലുള്ള ഓക്സിജൻ്റെ കോൺസെൻട്രേഷനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓക്സിഡൈസിങ് സ്പീഷീസിൻ്റെ ഓക്സൈഡിൽ. അപ്പോൾ ഓക്സൈഡ് ലെയറിലുള്ള ഓക്സിജൻ മോളിക്യൂൾസിൻ്റെ കോൺസെൻട്രേഷനാണ് സി സ്റ്റാർ. അതെന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണലായിരിക്കും? ആ ഓക്സിജൻ മോളിക്യൂൾസിൻ്റെ തന്നെ ഗ്യാസ് ഫേസിലുള്ള പാർഷ്യൽ പ്രഷറിന് പ്രൊപ്പോർഷണലായിരിക്കും. അപ്പോൾ സി കോൺജുഗേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ്. അപ്പോൾ സി കോൺജുഗേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു വാട്ട് ഈസ് പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ്? PG എന്ന് പറയാം. ദാറ്റ് ഈസ് ദി പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ്. ആൻഡ് സി സ്റ്റാർ ഈസ് ഈക്വൽ ടു H ഇൻറ്റു PG എന്ന് പറയാം. H ഈസ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അതിനെന്താ പറയുക ഇവിടെ? ഹെൻറിസ് കോൺസ്റ്റൻറ്റ്. സോ അതുപോലെ തന്നെ നമുക്ക് സിമിലർലി C0 proportional to PS, C0 is equal to H into PS. അപ്പോൾ ഇതെന്തായിരിക്കും? സോളിഡ് ഫേസിലുള്ളതാണ്. ദാറ്റ് ഈസ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ അറ്റ് ഗ്യാസ് SiO2 സർഫസ്. ഗ്യാസിൻ്റെയും SiO2 സർഫസിൻ്റെ ഇൻ്റർഫേസിനിടയിലുള്ള പാർഷ്യൽ പ്രഷറാണ് PS എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അവിടെയുള്ള ഓക്സിജൻ മോളിക്യൂൾസിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് C0 ഈക്വൽ ടു H ഇൻറ്റു PS ആണ്. H എന്ന് പറയുന്നത് ഹെൻറിസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 2 കേസിലുള്ള ഗ്യാസ് ഫേസിലുള്ളതെന്ന് പറഞ്ഞു നമ്മൾ. അതുപോലെ തന്നെ ഗ്യാസും SiO2 സർഫസിലുള്ളയും കോൺസെൻട്രേഷൻ പറഞ്ഞു. അപ്പോൾ 2 ടേമാണ് ഇവിടെ, സി സ്റ്റാറും C0. അത് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് എന്താ ചെയ്യുക? നമ്മൾ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ഫ്ലക്സിലാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? അപ്പോൾ F1 ക്യാൻ ബി റിട്ടൺ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഫ്ലക്സിലേക്ക് പോകാം. F1 ക്യാൻ റിട്ടൺ ഇൻ ടേംസ് ഓഫ് സി സ്റ്റാർ ആൻഡ് C0. Okay, F1 can written in terms of C star and C0 as F1 equal to, what was the equation for F1? F1 is equal to Hg/kT into Pg minus PS. അതാണ് നമുക്ക് ഫൈനലി കിട്ടിയത് അല്ലേ? അപ്പോൾ അതിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ PG എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? PG എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ സി സ്റ്റാർ. PG എന്ന് പറയുന്നത് C*/H എന്ന് പറയാം. PS എന്ന് പറയുന്നത് C0/H എന്ന് പറയാം. അപ്പോൾ നമുക്കെന്താണ്, നമ്മളെ ഇക്വേഷൻ ഇതായിരുന്നു. സ്റ്റാർട്ട് ചെയ്ത ഇക്വേഷൻ F1 equal to Hg into Cg minus CS ആണ്. പിന്നീട് നമ്മൾ മാറ്റി എഴുതി കഴിഞ്ഞപ്പോൾ CGക്കും CS-നും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ F1 equal to Hg/kT into Pg minus PS എന്നിട്ട് ഇപ്പോൾ PGക്ക് പകരം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട്? C*/H എന്ന് കൊടുക്കാം. അത് ഹെൻറിസ് ലോ വെച്ചിട്ടാണ്. PS-ന് എന്താ പറയുക? C0/H എന്നും കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ F1 എന്താവും? Hg/kT into C* minus C0. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ. സോ F1 is this equation. Here this is a constant value, so we can replace it with a small letter h. H equal to Hg/H into kT. F1 equal to H into C* minus C0. That is equation number 1. Remember that equation. That is the flux. That is number of electrons or concentration of oxygen in the first interface. Okay, F1. Next is F2. F2 is the amount of oxygen diffused from SiO2 to silicon. That is you can see here. F2 is ഇവിടുന്ന് ഈ ഒരു SiO2-ൽ നിന്ന് സിലിക്കണിലേക്ക് മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ നമ്പർ ഓഫ് ഓക്സിജൻ്റെ കോൺസെൻട്രേഷനാണ് എന്ത്? F2 എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് F2 എന്ന് പറയുന്നത്. F2 is the amount of oxygen diffused from SiO2 to silicon.
So that diffusion is directly proportional to concentration gradient. That means flux due to diffusion is directly proportional to concentration gradient. കോൺസെൻട്രേഷൻ്റെ ഡിഫറൻസിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ F2 എന്ന് പറയുന്നത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു C0 മൈനസ് CA. സി ഹിയർ ഈസ് ദി ഇൻ്റർഫേസ്. F2 എന്ന് പറയുന്നത് ഈ പോയിന്റിൽ നിന്ന് SiO2യിൽ നിന്ന് Siയിലേക്ക് മൂവ് ചെയ്യുന്ന ഓക്സിജൻ്റെ ഫ്ലക്സ് ആണ്, ഓക്സിജൻ്റെ നമ്പറാണ് എന്ത് F2 എന്ന് പറയുന്നത്. അപ്പോൾ F2 എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ? കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് പ്രൊപ്പോർഷണൽ. അപ്പോൾ ഇവിടെയുള്ള ഔട്ടർ സർഫസിലുള്ള കോൺസെൻട്രേഷൻ C0 ആണ്, ഇന്നർ സർഫസിലുള്ള കോൺസെൻട്രേഷൻ CI ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ F2ൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? So F2 can be directly proportional to C0 minus Ci. F2 equal to D is constant, that is diffusion constant, D into C0 minus Ci by TOX. What is TOX? TOX is the existing oxide thickness. അപ്പോൾ നമ്മൾ സഡൻലി ഒരു സിലിക്കൺ വേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ ഫോം ചെയ്യുന്ന ഓക്സൈഡ് ലെയറിൻ്റെ തിക്നെസ്സിനാണ് എന്ത് പറയുന്നത്? TOX എന്ന് പറയുന്നത്. അപ്പോൾ F2ൻ്റെ ഇക്വേഷനുമായി. അപ്പോൾ F1ൻ്റെ ഇക്വേഷൻ നേരത്തെ കണ്ടുപിടിച്ചു. And next is F2 equation, that is equation number 2. And next is F3. F3 is the amount of oxygen or flow of oxygen or amount of oxygen reacting with the silicon to form silicon dioxide at the silicon dioxide interface. So F3 എന്ന് പറയുന്നത് എന്താണ്? അതിവിടെ മാർക്ക് ചെയ്തനുസരിച്ചിട്ടാണെങ്കിൽ F3 എന്ന് പറയുന്നത് സിലിക്കൺ ഡയോക്സൈഡ് ഇൻ്റർഫേസിൽ ഉള്ള ഓക്സിജൻ്റെ എണ്ണമാണ്, കോൺസെൻട്രേഷനാണ് എന്ത് പറയുന്നത്? F3 എന്ന് പറയുന്നത്. ഓക്കെ, that is amount of oxygen reacting with the silicon to form silicon dioxide at the silicon dioxide. അതായത് സിലിക്കൺ വേഫറിൻ്റെ അകത്തുള്ള ഓക്സിജൻ്റെ എണ്ണം, ആ ഓക്സിജൻ ആണ് സിലിക്കോണായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാക്കുന്നത്? സിലിക്കൺ ഡയോക്സൈഡ് ഉണ്ടാക്കുന്നത്. സോ സിലിക്കൺ ഡയോക്സൈഡ് ഇൻ്റർഫേസിലുള്ള നമ്പർ ഓഫ് ഓക്സിജൻ ആണെന്ത്? F3 എന്ന് പറയുന്നത്. അപ്പോൾ F3 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സി. ആ ഇൻ്റർഫേസിൽ ഏതാണ് കോൺസെൻട്രേഷൻ? CI ആണ് അല്ലേ. നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, നമ്പർ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് CI ആണ്. ഇന്നർ സർഫസിലുള്ള ഓക്സിജൻ എണ്ണാണ് CI. അപ്പോൾ F3 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു CI. അപ്പോൾ നമുക്കിനി എന്ത് എഴുതാം? F3 ഈസ് ഈക്വൽ ടു KS ഇൻറ്റു CI എന്ന് എഴുതാം. F3 is equal to KS into CI. What is KS? KS is reaction rate constant. In equilibrium, these three fluxes must become equal. That means in equilibrium, these fluxes must balance. So F1 equal to, we can write F1 equal to F2 equal to F3. അതായത് അപ്പോൾ F3യുടെ ഇക്വേഷൻ പ്രൊപ്പോർഷണൽ ടു CI ആയിരുന്നു. അപ്പോൾ ദാറ്റ് ഈസ് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് KS ഇൻറ്റു CI. KS എന്ന് പറയുന്നത് റിയാക്ഷൻ റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്. ഇക്വിലിബ്രിയത്തിലായിരിക്കുമ്പോൾ ഈ എല്ലാ ഫ്ലക്സും എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം, അതെല്ലാം ഈക്വൽ ആയിരിക്കും. അപ്പോൾ F1 ഈക്വൽ ടു F2 ഈക്വൽ ടു F3 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഓരോ ഇക്വേഷൻ എടുക്കാം. F1 ഈക്വൽ ടു F2 ഈക്വൽ ടു F3 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? F1ൻ്റെ ഇക്വേഷൻ 1 ആയിരുന്നു, F2ൻ്റെ ഇക്വേഷൻ 2, F3യുടെ ഇക്വേഷൻ 3. അപ്പോൾ ആ ഇക്വേഷൻസൊക്കെ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ അതാദ്യം നമ്മൾ എടുക്കുന്ന ഏതാണ്? F2 ഈക്വൽ ടു F3 എന്നുള്ള ഇക്വേഷൻ, അതായത് ഇക്വേഷൻ നമ്പർ 2 ആൻഡ് 3 നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ F2ൻ്റെ ഇക്വേഷൻ നമ്മൾ ഓർത്ത് വെച്ചിരിക്കണം, D ഇൻറ്റു C0 മൈനസ് CI ബൈ TOX. F3ൻ്റെ ഇക്വേഷൻ എന്താണ്? KS ഇൻറ്റു CI. സോ KS ഇൻറ്റു CI ഈസ് ഈക്വൽ ടു D ഇൻറ്റു C0 മൈനസ് CI ബൈ TOX. അപ്പോൾ ഈ ഓരോ ടേമും നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, അപ്പോൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യുക? നമ്മൾ ബ്രാക്കറ്റിന് ഇൻസൈഡിലേക്ക് അത് മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. സോ CI ഇൻറ്റു KS ഈസ് ഈക്വൽ D C0 TOX ബൈ മൈനസ് D CI ബൈ T. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് CI ഈസ് കോമൺ ഇൻ ദീസ് ടു ടേംസ്. ഓക്കെ, so you can take this term to left side, so this will become plus. So CI is common in both terms, so CI can be taken outside. So CI into KS plus D by TOX equal to D into C0 by TOX. So CI will be equal to D into C0 by TOX whole divided by KS into D by TOX, that is equal to C0 by KS into TOX by D plus 1. But how you are obtaining this? ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ അതിൽ എന്ത് ചെയ്യുന്നത്? നമ്മൾ D by TOX എന്നെ കൊണ്ട് താഴത്തെ ടേമിനെ ഓരോ ടേമിനെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ C0 ബൈ ഇതിനെ ഡിവൈഡ് ചെയ്യാൻ KS ഇൻറ്റു TOX ബൈ D വരും. ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും 1 വരും. ഓക്കെ, അങ്ങനെയാണ് ഈ ഇക്വേഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പം ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനും എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്? D by TOX കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ CI എന്ന് പറയുന്നത് ഇന്നർ സൈഡിലുള്ള ഓക്സൈഡ് ലെയറിൻ്റെ ഇന്നർ സൈഡിലുള്ള ഓക്സിജൻ കോൺസെൻട്രേഷനാണ് CI. അപ്പോൾ CIൻ്റെ വാല്യൂ എന്താണ്? CI ഈക്വൽ ടു C0 ബൈ 1 പ്ലസ് KS ഇൻറ്റു TOX ബൈ D. അതാണ് ഇക്വേഷൻ നമ്പർ 4. അപ്പോൾ CIയുടെ കോൺസെൻട്രേഷൻ കിട്ടി. നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഡിൽബ്രോവ് മെത്തേഡിൽ എന്താ ചെയ്യുന്നത്? ഓക്സിജൻ്റെ തിക്നെസ് അല്ലെങ്കിൽ ഓക്സിജൻ്റെ കോൺസെൻട്രേഷനാണ് കണ്ടുപിടിക്കുക. ശരിക്കും പറഞ്ഞാൽ തിക്നെസ്സാണ് ഓക്സൈഡ് ലെയർ ഫോം ചെയ്യുന്നതിൽ തിക്നെസ് കണ്ടുപിടിക്കുക, നമ്പർ ഓഫ് ഓക്സിജൻ കണ്ടുപിടിക്കുക, ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ്
ഇന്നർ സൈഡിലുള്ള ഓക്സൈഡ് ലെയറിന് ഇന്നർ സൈഡിലുള്ള ഓക്സിജൻ്റെ കോൺസെൻട്രേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് ഫോർത്ത് ഇക്വേഷൻ. ഓക്കെ, നെക്സ്റ്റ് എന്താ, നമ്മളിപ്പോൾ എന്താ ചെയ്തത്, F2ഉം F3യും ഇക്വേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് CI കിട്ടിയത്. നെക്സ്റ്റ് നമുക്ക് എങ്ങനെ പോവാം, അടുത്ത ഇക്വേഷനിൽ. ഈ ഇക്വേഷൻ നമ്പർ 4 ഏതിൽ യൂസ് ചെയ്യുക, F3യുടെ ഇക്വേഷനിൽ യൂസ് ചെയ്യാം. F3യുടെ ഇക്വേഷൻ എന്തായിരുന്നു, KS × CI അല്ലേ. അപ്പോൾ CI നമുക്കിപ്പോൾ കിട്ടിയില്ലേ, നാലാമത്തെ ഇക്വേഷൻ. അപ്പോൾ ഈ CIനെ നമ്മൾ എന്ത് ചെയ്യുക, ഈ F3യുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ F3 = KS × CI എന്ന് പറയും. അപ്പോൾ CIക്ക് പകരം എന്ത് കൊടുക്കുക, ഇപ്പോൾ കിട്ടിയ ഇക്വേഷൻ കൊടുക്കുക, KS × C0/1 + KS × TOx/D. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഫ്ത്ത് ഇക്വേഷൻ. അപ്പോൾ ഫിഫ്ത്ത് ഇക്വേഷൻ F3 കിട്ടിയതിന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ F2ഉം F3യും ഓൾറെഡി ഇക്വേറ്റ് ചെയ്തതിന് നമ്മൾ എന്താ ചെയ്യുന്നത്, F1ഉം F3യും കൂടി ഇക്വേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. F3 എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ്, ഫിഫ്ത്ത് ഇക്വേഷൻ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ H × F1ൻ്റെ ഇക്വേഷൻ ഇതായിരുന്നു, H × C star - C0 that will be equal to F3. what is F3? KS × C0/1 + KS × TOx/D. ഇതാണ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. അതായത് ഈ ടേമിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു H × C star - C0 × 1 + KS × TOx/D = KS × C0. You can multiply both the terms. So you will get H × C star × 1 plus C star × KS × TOx/D minus C0 × 1 plus minus C0 × KS × TOx/D. That means I am multiplying each and every term. So I am getting this term that is equal to KS × C0. Here also you can find one thing, that you can you have C0 term here. Here also there are different two terms that is containing C0. So these two terms can be taken to right side. So what will happen here, C0 is a term that is common in this term, in this term and in this term. So you are taking C0 outside. So C0 into first term is KS, and when this comes to this side it will become plus, this comes to this side it will become plus. But you have to remember one thing, that C0 should be multiplied with H. So the equation will become C0 × KS plus H × 1 plus KS × TOx/D. See, these all are simple mathematical procedure. You can write each and every equation in your notebook and you can solve this. Okay, this is simply multiplying the terms inside the brackets, and then you are taking the common term outside. Okay, so C0 into this term will become, what is next term, H × C cap into H × C star into C star into KS into TOx/D. Okay, so here you are trying to calculate C0, that is outer surface oxygen concentration. C0 equal to H × C star into 1 plus KS into TOx/D divided by KS into H plus H into KS into TOx/D. Here I am multiplying H inside the bracket. Okay, so divide the numerator and denominator by H. Here H is a common term. So C0 is equal to C star into 1 plus KS into TOx/D divided by 1 plus KS by H plus KS into TOx/D. So that is sixth equation. So now you are having sixth equation, that is giving the concentration of oxygen at the outer surface of oxide layer. So this is equation number 6. So next what you are doing is, you are putting this sixth equation in the fourth equation. What was the fourth equation? Fourth equation is CI, inside oxygen concentration in the oxide layer. CI is equal to C0. What is C0? C0 is, now we obtained C0 from the sixth equation. So you are putting the C0 value in the fourth equation. Okay, so what will happen, let us see. So C0 is this equation. So you will get CI equal to C star, and instead of C0 you are substituting this value. So the equation will become like this, and there is a term 1 plus KS into TOx/D. So this is equation when you are putting equation 6 in equation 4. Okay, so finally you will get CI will become see here you can cancel this term and this term. Okay, so you will get CI equal to C star divided by 1 plus KS by H plus KS into TOx/D. And here what is C star? C star is equal to H into Pg, that is in terms of partial pressure, that is obtained by Henry's law. So you will get CI is equal to H into Pg by 1 plus KS by H plus KS by TOx/D. That is equation number 7. So this is another equation for CI.
in terms of partial pressure. And next we are defining a term, growth rate. What is growth rate? Growth rate is flux per number of molecules in SiO2. So you can write R equal to, what is flux? Flux is F3 divided by number of molecules in SiO2 is N1. N1 is the number of molecules of oxygen per unit volume of SiO2. So R is equal to F3 by N. That will be is equal to d by dt of dOx. So what is this? The first derivative of the oxide thickness. That will be giving the growth rate R, that is equal to F3 by N1, and that will become Ks into Ci by N1. You should by heart this equation. Ks into, that is F3 by N1 is equal to, what is F3? F3 is equal to Ks into Ci. That is obtained from the first equation. The third equation, sorry, Ks into Ci. F3 is equal to Ks into Ci. So here you can write d by dt of dOx equal to R is equal to F3 Ks by N1, Ks by N1 into, instead of Ci you can put what equation? Ci is from the 7th equation. Ci is H into Pg by 1 plus Ks by H plus Ks into dOx by d. So instead of Ci you can substitute this equation. Okay. So this is the oxide thickness that is formed due to oxide formation between the reaction between silicon and oxygen. Okay. So this is equation number 8. From equation 6 and 7, you can again write 6 and 7 separately. That is, this is equation number 6, C0, and 7th equation is this one. So we are analyzing this equation number 6 and 7, that is concentration of oxygen in the inner layer and outer layer. So first case is when D equal to 0, there is a term diffusion coefficient, that is D. What will happen when D equal to 0? Equation 6 becomes C0 approximately equal to C star. D equal to 0 means this term become infinity. So this also term become infinity. And here also when D equal to infinity, 1 by infinity equal to 0. Sorry. Here D is equal to infinity means this is equal to 1 by infinity equal to 0. So this will become, numerator becomes C star and denominator will become this term that is 1 by infinity equal to 0. So C0 approximately equal to C star. Okay. We can write C0 approximately equal to C star. Okay. So equation number 7, what will happen to equation number 7? Equation number 7 is this one. Whenever D equal to 0, D equal to 0, this term becomes, see here I made a mistake. Here we are taking first D equal to 0. So this is 1 by 0. 1 by 0 is infinity. This is also 1 by 0. That sorry, Ks Tx by 0, that is also infinity. So and then both the terms are infinity. So the only difference is that C conjugate into infinity by infinity. So we can approximately write C0 approximately equal to C star. Okay. That means there is an large term here. Here also there is a large term. So both terms will cancel each other. So C0 approximately equal to C star. Okay. And from the equation 6, similar condition, whenever D equal to 0, this will become infinity term. So Ci will become C star by infinity. C star by infinity. So what will happen is C star by infinity equal to 0. So you will get Ci equal to 0. So two cases are whenever D equal to 0 is C0 equal to C star and Ci is equal to 0. What is its meaning? C0 is outer surface concentration oxide thickness, that is C star, and Ci is inner surface concentration, that is 0. So from it will starts from C star to then it will go to 0. So here what is the meaning is that അതായത് ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ ഔട്ടർ സർഫസിൽ നിന്ന് ഇന്നർ സർഫസ് ഓഫ് ദി ഓക്സൈഡ് ലെയറിലേക്ക് വരുമ്പോൾ എന്തായി മാറുന്നത്? സി സ്റ്റാറിൽ നിന്ന് 0 ആയി വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഹിയർ ഡിഫ്യൂഷൻ ഈസ് കൺട്രോളിങ് ദി ഓക്സിഡേഷൻ. അതായത് ഓക്സിജൻ എത്രത്തോളം ഈ ഓക്സൈഡ് ലെയറിലൂടെ തന്നെ ഡിഫ്യൂസ് ചെയ്ത് പോകുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും എന്തുണ്ടാവും? ഓക്സൈഡ് ലെയറിൻ്റെ തിക്നെസ് ഉണ്ടാവും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹിയർ ഡിഫ്യൂഷൻ ഈസ് കൺട്രോളിങ് ദി ഓക്സിഡേഷൻ. തിക്കർ ദി ഓക്സൈഡ് ലെയർ ദി ഡിഫ്യൂഷൻ റേറ്റ് ഡിക്രീസസ്. ആദ്യം ഫോം ചെയ്ത ഓക്സൈഡ് ലെയർ എത്രത്തോളം തിക്കറാണോ അതിനനുസരിച്ചിട്ട് എന്തായിരിക്കും? ഡിഫ്യൂഷൻ റേറ്റ് എന്ത് ചെയ്യും? കുറയും. അതായത് നല്ല തിക്കായിട്ടുള്ള ഓക്സൈഡ് ലെയർ ആദ്യമേ സിലിക്കൺ വേഫറിൻ്റെ മുകളിൽ ഉണ്ടെങ്കിൽ പിന്നീട് ഓക്സിജൻ എന്തിലൂടെ ഡിഫ്യൂസ് ചെയ്താൽ പോകാൻ പറ്റില്ല? ആ ഓക്സൈഡ് ലെയറിലൂടെ ഡിഫ്യൂസ് ചെയ്ത് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഡിഫ്യൂഷൻ റേറ്റ് എന്ത് ചെയ്യുന്നത്? കുറയുന്നത്. അപ്പോൾ ഇവിടെ എന്തിൽ നിന്ന് സി സ്റ്റാർ എന്നുള്ള കോൺസെൻട്രേഷൻ ഔട്ടർ സർഫസിലുണ്ടെങ്കിൽ ഇന്നറിലേക്ക് എത്തുമ്പോൾ അത് എന്തായി മാറുന്നു? 0 ആയി മാറുന്നു. കാരണം എന്താ? ഓക്സിജൻ ഡിഫ്യൂഷൻ റേറ്റ് കുറയുന്നത് കൊണ്ടാണ്. ഓക്കെ.
ഇനി അടുത്ത കേസിൽ നമ്മളെന്താ ഡിഫ്യൂഷൻ ഇൻഫിനിറ്റി ആണെന്ന് വിചാരിക്കുക. നന്നായിട്ട് ഡിഫ്യൂസ് ചെയ്ത് പോകുന്നുണ്ട് ഓക്സിജൻ. അങ്ങനെയാണെങ്കിൽ സെവൻത്ത് ഇക്വേഷൻ എന്തായി മാറും? സെവൻത്ത് ഇക്വേഷൻ ഇസ് ദിസ് വൺ. ഡി എന്താണ്? ഇൻഫിനിറ്റി. 1/∞ = 3 ടേം 0. അപ്പോൾ CI = C*/1 + KS/H എന്ന് വരും. അതിന് സിക്സ്ത് ഇക്വേഷൻ എന്താ? സിക്സ്ത് ഇക്വേഷൻ എന്തായിരുന്നു? ഇതായിരുന്നു. അതിൽ D = ഇൻഫിനിറ്റി എന്ന് കൊടുത്താൽ 1/∞ 0. അപ്പോൾ അടിയിലുള്ള C*/1 + KS/H. അതായത് രണ്ട് കേസിലും D ഇൻഫിനിറ്റി ആകുമ്പോൾ ഇക്വേഷൻ 6ഉം ഇക്വേഷൻ 7ഉം എന്താണ്? ഈക്വൽ ആണ്. അതാണ് ഇവിടെ തന്നിരിക്കുന്ന ടേം എന്ന് പറയുന്നത്. C0. അപ്പോൾ നമുക്ക് എന്താ പറയുക? C0 = എന്താണ്? CI ആണ്. അപ്പോൾ ഓക്സിഡേഷൻ അങ്ങനെയുള്ള കേസിൽ എന്താണ്? രണ്ട് C0ഉം CIയും എന്താണ്? ഈക്വൽ ആണ്. അതാണ് ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ആദ്യമുള്ള കേസിൽ എന്തായിരുന്നു? C എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ കുറഞ്ഞ് 0യിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഓക്സിഡേഷൻ ഈസ് കോൾഡ് റിയാക്ഷൻ ലിമിറ്റഡ്. that is D tends to infinity. Oxidation is റിയാക്ഷന് അനുസരിച്ചിരിക്കും. സിലിക്കൺ ഡൈ ഓക്സൈഡും ഓക്സിജനും അതുപോലെ സിലിക്കണും തമ്മിലുള്ള റിയാക്ഷൻ അനുസരിച്ചിട്ടായിരിക്കും എന്തുണ്ടായിരിക്കുക? കോൺസെൻട്രേഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ ഏകദേശം എന്തായിരിക്കും? ഔട്ടർ സർഫസിലും ഇന്നർ സർഫസിലുള്ള ഓക്സിജൻ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. Next is the rate of oxidation depends upon the supply of oxidant to the interface, the reaction rate constant Ks and by Ci. To find the solution of the differential equation 8, see you have an equation. This is the equation 8. Actually this is a differential equation, that is dTOx/dt. So here Tox is the variable, so we have to find out Tox. So next step, to find the solution of the differential equation 8, assume that at time 0 the oxide thickness is T0. T എന്ന ടൈം 0 ടൈമിലായിരിക്കുമ്പോൾ ഓക്സൈഡിൻ്റെ തിക്നെസ് T0 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്തായിരിക്കും? TOx² + A × TOx = B × T + Z. അപ്പോൾ ഇതെന്ന് പറയുന്നത് നിങ്ങൾ ഈ ഇക്വേഷൻ എങ്ങനെ കിട്ടിയെന്നുള്ള സ്റ്റെപ്സ് നിങ്ങൾ അറിയേണ്ട. ഇത് നിങ്ങൾ ഈ ഡിൽഗ്രോവ് മെത്തേഡ് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ, അതിൻ്റെ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ലെങ്തിയാണ്, അതൊന്നും നമുക്ക് ആവശ്യമില്ല. സോ TOx² = A × TOx = B × T + Z. ഇത് നിങ്ങൾ അസ്യൂം ചെയ്യുക. ഓക്കെ, വേർ A is equal to what is its value? 2D × 1/Ks + 1/H. B equal to എന്താണ്? 2DHPG/N1. ഇതിൽ ഓരോ ടേമും നമ്മൾ D ഡിഫ്യൂഷൻ ആണ്. കേസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. H എന്ന് പറയുന്ന ഒരു കുറേ കോൺസ്റ്റൻസിൻ്റെ വാല്യൂ ആണ്. HKT/PG എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ്. PG എന്താണെന്ന് അറിയാം. അങ്ങനെ എല്ലാ ടേംസും നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ ഇത്രയാണ് വാല്യൂ. അപ്പോൾ B എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി, A എന്ന് പറയുന്നത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് അത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് നമുക്ക് വേണ്ടി എയുടെ വാല്യൂയും ബിയുടെ വാല്യൂയും കിട്ടും. ദി ലീനിയർ ആൻഡ് പാരാബോളിക് റേറ്റ് കോഷ്യൻറ്റ് ഫോർ തിൻ ഓക്സൈഡ്സ് ക്വാഡ്രാറ്റിക് ടേംസ് ക്യാൻ ബി നെഗ്ലക്റ്റഡ്. അപ്പോൾ അതിൻ്റെ കേസിലാണ് TOx² നെഗ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് TOx² ഇത് ഈ ടേമിൽ നെഗ്ലക്റ്റ് ചെയ്താൽ A × TOx = B × T + Z എന്ന് വരില്ലേ. അപ്പോൾ TOx എന്ന് പറയുന്നത് എന്ത് വരും? B/A × T + Z എന്ന് പറയും. അതായത് ലീനിയറും പാരാബോളിക് റേറ്റ് കോൺസ്റ്റൻറ്റും ആയിരിക്കുന്ന സമയത്ത് തിൻ ഓക്സൈഡ് ആണ് ഫോം ചെയ്യുക. അപ്പോൾ അതിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് ഡിഗ്രിയിലുള്ള TOxൻ്റെ ടേം നെഗ്ലക്റ്റ് ചെയ്യാം. അങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യുമ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇത് ഈ ടേം ഉണ്ടായിരിക്കില്ല, ബാക്കിയുള്ള ടേമാണ് ഉണ്ട്. അപ്പോൾ A × TOx = B × T + Z എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ TOxൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? TOx = B × T + Z/A എന്ന് കണ്ടുപിടിക്കാം. ഫോർ തിക്ക് ഓക്സൈഡ്സിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ തിൻ ഓക്സൈഡ്സിൽ TOx² ടേം നെഗ്ലക്റ്റ് ചെയ്യും. തിക്ക് ഓക്സൈഡ്സിൻ്റെ കേസിലാണ് എന്ത് ചെയ്യും? TOx ടേം നെഗ്ലക്റ്റ് ഫ്രം ദി ഇക്വേഷൻ 9. അപ്പോൾ ഫസ്റ്റിൽ സെക്കൻഡ് ഡിഗ്രിയുള്ള ടേമാണ് നെഗ്ലക്റ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് തിക്ക് ഓക്സൈഡ്സിൻ്റെ കേസിൽ TOx ടേമാണ് നെഗ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്തായി മാറും? TOx ടേം നെഗ്ലക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേം എന്തുണ്ടാവില്ല, ഈ ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ എന്താ നമുക്ക് നമ്മുടെ ഇക്വേഷൻ വരിക? TOx² = B × T + Z. So TOx² = B × T + Z. So B/A is called the linear rate coefficient. ഇവിടെയാണ് B/A എന്നാണ് ലീനിയർ റേറ്റ് കോഷ്യൻ്റ് എന്ന് പറയും. B എന്ന് പറയുന്നതാണ് പാരാബോളിക് റേറ്റ് കോഷ്യൻ്റ്. അപ്പോൾ നമ്മുടെ എയിം എന്തായിരുന്നു? ഡിൽഗ്രോവ് മെത്തേഡിൽ തിക്നെസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഓക്സൈഡ് ലെയർ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അതിൻ്റെ കോൺസെൻട്രേഷൻ എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ തിക്നെസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിൽഗ്രോവ് മോഡൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ TOxൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കി. അതിന് മുമ്പേ നമ്മൾ CIയും COയും ഇക്വേഷൻ ഉണ്ടാക്കി. അപ്പോൾ ഇത്രയാണ് ഈ ടോപ്പിക്കിലുള്ളത്. വൺസ് അഗൈൻ you have to go through this and prepare notes. If you have any doubt you can ask me. Okay, thank you.